ഞാൻ ആഷികയാണ്. കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴ മൂലം കുറെ നാശനഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മൾ അതിജീവിച്ച് വരുന്നുണ്ട്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാവിധ സഹായങ്ങളുമായി വയനാട്ടിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. മാത്രമല്ല 100 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലവും മറ്റു പല സഹായങ്ങൾക്കുമായി ബോച്ചയും വയനാടിനൊപ്പം തന്നെയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗ്യശാലി എന്ന് വിളിച്ചു നോക്കാം. ഇദ്ദേഹത്തെ നമ്മൾ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആള് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആളാണെന്ന് തോന്നുന്നു. സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ടാണ് തോന്നുന്നത്. ഒന്നുകൂടി നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, നമസ്കാരം സാർ. ഷാഹിദ് സാർ അല്ലേ? സാർ, ഇത് ബോച്ചെ ടീം എന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സാർ, ഇപ്പൊ സാർ ഫ്രീ ആണോ സംസാരിക്കാനായിട്ട്? ഓക്കെ സാർ, എന്തൊക്കെയുണ്ട് സാർ വിശേഷം? സുഖല്ലേ? ഓക്കെ, അപ്പൊ ഞാന് വിളിച്ചതൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിട്ടായിരുന്നു. സാർക്കൊന്ന് വീഡിയോ കോളിൽ അവൈലബിൾ ആവാൻ പറ്റുമോ? ഓക്കെ, എന്ത് പറ്റി സാർ? എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ഇത് നമ്മൾ വീഡിയോ കോൾ ത്രൂ ആണ് പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. ഓക്കെ സാർ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ് സാർ? ഓ ഓ ഓ, ഓക്കെ ഓക്കെ, ഉമ്മയും പാപ്പയും. ഓക്കെ 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 സാർ, പിന്നെ മാരീഡ് ആണോ? മക്കള്? അല്ല അല്ലേ? ഓക്കെ സാർ. ഓക്കെ സാർ, എവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെയായിരുന്നു? PG ചെയ്തോണ്ടിരിക്കുകയാണോ? ഓക്കെ, നാട്ടിൽ തന്നെയാണോ ചെയ്യുന്നത്? ഓക്കെ സാർ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, വീട് എവിടെയായിരുന്നു? കൊല്ലത്താണോ? ഓക്കെ, അവിടെ മഴയൊക്കെ ഉണ്ടോ ഇപ്പോ? എന്താ സാർ? കുറവാണ് അല്ലേ? ഓക്കെ, അപ്പം അടുത്ത് ബോച്ചെട്ടി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നോ? ഓൺലൈൻ വഴി മേടിച്ചിട്ടായിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം ഞാനൊരു ഹാപ്പി ന്യൂസ് ആക്ച്വലി പറയാൻ വേണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറയാനായിട്ട്. അപ്പൊ സാറിന് നമുക്ക് അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആണല്ലേ? തിരക്കിലായിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ, കുഴപ്പമില്ല സാർ. അപ്പം സാറ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്തില്ലേ അതിന്റെ കൂപ്പൺസ്? സോ അതിന് 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷായില്ലേ? ഓക്കെ, വീട്ടിലെല്ലാരോടും പറയാം കേട്ടോ സാർ. മാത്രല്ല ബോച്ചെട്ടി മേടിക്കാം. ഓക്കെ, ഇനിയും ഒരുപാട് പ്രൈസുകൾ നമുക്ക് കിട്ടും. കാരണം ഇപ്പം നമുക്ക് ഈ ഒരു 10 lakhs പ്രൈസ് മാത്രല്ല, 25 കോടിയുടെ ബമ്പർ പ്രൈസും ഉണ്ട്. അത് മാത്രല്ല നമുക്ക് ഇപ്പം കാറ്, ബൈക്ക്, മൊബൈൽ ഫോൺസ്, ഫ്ലാറ്റ്സ്, അങ്ങനെ കുറെ സമ്മാനങ്ങളും ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ സാർ, അപ്പം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ സാർ. ഓക്കെ, എന്താ സാർ? എല്ലാരോടും പറയാം. എല്ലാവർക്കും ഈ ഒരു പ്രൈസ് മണി ഒക്കെ അടിക്കട്ടെ. വീട്ടിലും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും കാര്യം എല്ലാരോടും പറയാം കേട്ടോ. അപ്പൊ എന്തായാലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഷാഹിദ് സാർ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്ന് തോന്നുന്നു. ആള് ഭയങ്കര റിസർവ്ഡ് ആയിട്ടാണ് സംസാരിച്ചത്. അത് മാത്രമല്ല 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അറിഞ്ഞു കേട്ടപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയി. പിന്നെ പുള്ളിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ആള് വീഡിയോ കോള് വരാതിരുന്നത്. അപ്പൊ ഇനിയിപ്പോ 10 ലക്ഷം രൂപയ്ക്ക് അടിച്ചല്ലോ, എത്ര സ്മാർട്ട് ഫോൺ വേണമെങ്കിലും നമുക്ക് മേടിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും ഇപ്പൊ സാർ ഇപ്പൊ. അപ്പൊ മറക്കണ്ട, 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല, 25 കോടിയുടെ ബമ്പർ പ്രൈസ്, ഫ്ലാറ്റുകൾ, കാറുകൾ, ബൈക്കുകൾ, മൊബൈൽ ഫോണുകൾ, thousands of cash prize, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളായിരിക്കും. ബൈ ബൈ.